തിരുമേനി ഈ അടുത്ത കാലത്ത് ഞാനൊരു കൈനോട്ടക്കാരനെ കണ്ടിരുന്നു. അദ്ദേഹം എൻ്റെ ഹസ്തരേഖ പരിശോധിക്കുന്നതിനോടൊപ്പം എൻ്റെ വാച്ചിലെ ടൈം കൂടെ നോക്കി. അത് കുറച്ച് പുറകിലായിട്ടാണ് നിന്നത്. അത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സമയദോഷത്തിന് പ്രധാന കാരണം നിങ്ങളുടെ വാച്ചിലെ ടൈം തെറ്റിക്കിടക്കുന്നതാണ്. ഇതിങ്ങനെ തെറ്റി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നും സമയം മോശമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ആകെ കൂടി അങ്കലാപ്പാകുന്നു. ഇങ്ങനെ നമ്മുടെ വാച്ചിലെ സമയം മാറിക്കിടക്കുന്നത് നമ്മുടെ സമയദോഷത്തിന് കാരണമാകുമോ? ഈ പ്രപഞ്ചത്തിന് എല്ലാം ഒരേ സമയമാണ്. അപ്പം നമുക്ക് 24 മണിക്കൂറിനെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1, 2, 3 എന്നിങ്ങനെ ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചേക്കാണ്. രാത്രി 12 മണിക്കൂർ, പകൽ 12 മണിക്കൂർ, അങ്ങനെ 24 മണിക്കൂർ എന്നുള്ള സങ്കല്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം നമ്മളായിട്ട് കൽപ്പിച്ചു വെച്ചേക്കാണ്. അത് നമുക്ക് ഓരോ ദിനരാത്രങ്ങളും മാറി മാറി പോകുന്നതും സമയം ഇങ്ങനെ കടന്നു പോകുന്നതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു ആധുനിക ഉപകരണമാണ് വാച്ച്. അതിനെ തുടർന്ന് പല ഉപകരണങ്ങളും ഉണ്ട്. എങ്കിലും വാച്ച് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒന്നാണ്. അപ്പോൾ അതിൽ സമയം ഒരല്പം മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയം മോശമാകും എന്നൊക്കെ ഉള്ളത് ഒരു വിഡ്ഢിതപരമായിട്ടുള്ള ചിന്താ പദ്ധതിയായിട്ട് തോന്നുന്നുള്ളൂ. ഇനി എന്തെങ്കിലും വിശ്വാസപ്രകാരമായിട്ട് പോലും നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് വലിയ ഒരു സാങ്കത്യം കാണുന്നില്ല. അദ്ദേഹം ഹസ്തരേഖ, കൈയുടെ രേഖകളൊക്കെ നോക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടുന്ന ആൾ ചില മുട്ടാപ്പോക്ക് വാദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാച്ചിലെ സമയത്തിനെ കുറിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. പലപ്പോഴും ട്രെയിൻ യാത്രയ്ക്ക് ബസ്സിനൊക്കെ പോകുന്നവർ സ്വന്തം വാച്ചിലെ ടൈം ഇച്ചിരി കൂട്ടി വെച്ചേക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ സമയത്ത് നോക്കി പെട്ടെന്ന് തന്നെ തയ്യാറാകാനും ഓടിച്ചെല്ലുമ്പോൾ ട്രെയിന് കിട്ടാനും വേണ്ടിയിട്ടാണ്. മറ്റത് കൃത്യസമയം വെച്ചിരുന്നാൽ അവർ ചിലപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും പുറപ്പെടാൻ കഴിയുക. അതുകൊണ്ടാണ് കുറച്ച് ടൈം കൂട്ടി വെച്ചിരിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സമയദോഷം വന്നുകൂടും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അപ്പോൾ ഈ ഹസ്തരേഖ നോക്കിയ വ്യക്തി ഹസ്തരേഖയല്ല നോക്കുന്നത്, ചില മുട്ടാപ്പോക്ക് കാര്യങ്ങളാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. ഹസ്തരേഖ നോക്കുന്ന ഒരാൾ, വിദഗ്ധനായിട്ടുള്ള ഒരാൾ അതേക്കുറിച്ചായിരിക്കും പറയുന്നത്. അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല. ഇതിനെ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടതില്ല.